വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിരുന്നു ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ KS തിരിച്ചു വരികയാണ് മക്കളെ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KSൻ്റെ 2025 വിജ്ഞാപനം മാർച്ച് 7 നടക്കുമെന്നാണ് PSC ഇപ്പോൾ അറിയിക്കുന്നത്. മാത്രമല്ല റാങ്ക് ലിസ്റ്റ് 2026 ഫെബ്രുവരി 16 അവർ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തെരഞ്ഞെടുപ്പിനായി 2025 മാർച്ച് 7 വിജ്ഞാപനം പുറപ്പെടുവിക്കും. പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി 2026 ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. KS തെരഞ്ഞെടുപ്പിന് ഒറ്റഘട്ടമായി 100 മാർക്ക് വീതമുള്ള 2 പേപ്പർ അടങ്ങിയ പ്രാഥമിക പരീക്ഷ 2025 ജൂൺ 14 നടത്തും. 100 മാർക്ക് വീതമുള്ള 3 പേപ്പർ അടങ്ങിയ അന്തിമ വിവരണാത്മക പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ 2025 ഒക്ടോബർ 17, 18 തീയതികളിൽ നടത്തും. 2026 ജനുവരിയിൽ അഭിമുഖം പൂർത്തിയാക്കി ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. പ്രാഥമിക പരീക്ഷയുടെയും അന്തിമ പരീക്ഷയുടെയും സിലബസ് വിജ്ഞാനത്തോടൊപ്പം പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ തവണത്തെ KS തെരഞ്ഞെടുപ്പിൻ്റെ സിലബസാണ് ഇപ്രാവശ്യവും പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സിലബസ് തന്നെയാണ്. പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തോടൊപ്പം മലയാള പരിഭാഷയും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭ്യമാക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരം എഴുതുവാൻ സാധിക്കുമെന്നാണ് PSC ഒഫീഷ്യലായിട്ട് തന്നെ നിങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ KSൻ്റെ പരീക്ഷ വീണ്ടും വരുന്നുണ്ട്. KS ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സെറ്റായിക്കൊള്ളുക, പഠിച്ചു തുടങ്ങിക്കൊള്ളുക. മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം. അതിനായി ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ അറിയാൻ നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.